മലബാറിലെ ഹൈദരാലിയുടെ ആദ്യത്തെ അധിനിവേശം അല്ലെങ്കിൽ ആക്രമണം, അതായത് പാലക്കാട് രാജ്യം കഴിഞ്ഞിട്ട് അതിനെ പ്രതിരോധിച്ച ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് പ്രതിരോധം തീർത്തത്, അതിനെ എങ്ങനെയാ ഹൈദരാലി മറികടന്നത്, അതുപോലെ തന്നെ അലി രാജാവ് ഹൈദരാലിയുടെ ആക്രമണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി, സാമൂതിരി ഹൈദരാലിയായിട്ട് ഒരു സന്ധി പിന്നീട് ഉണ്ടാവുകയും ആ സന്ധി എങ്ങനെ തകിടം മറിക്കപ്പെട്ടു, ഇംഗ്ലീഷുകാര് എങ്ങനെയാണ് ഇതിന്റെ പങ്ക് വഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ പങ്കെടുത്തു, അതുപോലെ തന്നെ കൊച്ചി രാജ്യത്തിനും തിരുവിതാംകൂറിൽ നിന്നും ഹൈദരാലിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായി, അത് എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധിനിവേശം ഹൈദരാലിയുടെ ഒന്നാമത്തെ ആക്രമണത്തിന്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, നമസ്കാരം. എൻട്രാക്കൽ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു. അപ്പോ 1759 ഹൈദരാലി മുന്നരാജിനെ ഒഴിവാക്കി. അതായത് മുന്നരാജായിരുന്നു അദ്ദേഹത്തിന് ഈ ഫൗജിദാറായിട്ട് നിയമിച്ചത്, അദ്ദേഹത്തിനെ നിഷ്കാസിതനാക്കി. അതിനുശേഷം പിന്നീട് അദ്ദേഹം കുന്ദരാജ് എന്ന് പറയുന്ന മൈസൂർ രാജാവായിട്ടുള്ള ആളെ വെച്ചു, റബ്ബർ സ്റ്റാമ്പ് 2 കൊല്ലം. അത് കഴിഞ്ഞ് അയാളെ ഒഴിവാക്കിയിട്ടാണ് പിന്നീട് അദ്ദേഹം മൈസൂരിന്റെ ഭരണാധികാരിയായിട്ട് മാറുന്നത്. പിന്നീട് അദ്ദേഹം കൂർഗിലേക്ക് വന്നു. കൂർഗല്ല, നമ്മളെ ഇക്കേരിയിലേക്ക് വരികയും അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ മലബാർ അദ്ദേഹം പിടിച്ചെടുക്കാനുള്ള ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നെ 1764 ഹൈദരാലി അനന്തറാവുവിനെ മലബാറിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ആദ്യം ഇംഗ്ലീഷുകാരെ മയപ്പെടുത്തണം, ഇംഗ്ലീഷുകാരെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷുകാരെ ഒന്ന് കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അനന്തറാവ് വരുന്നത്. അദ്ദേഹം വരുന്നത് ഒക്ടോബർ 8 ഇംഗ്ലീഷുകാരെ കാണുന്നത് 1764. ഏകദേശം 1 മാസത്തോളം അദ്ദേഹം അവിടെ താമസിച്ചു. അതായത് നവംബർ 6 വരെ അദ്ദേഹം മലബാറിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ മറുപടി കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഇംഗ്ലീഷുകാർ ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ഷോക്ക് ഒക്കെ കാട്ടിയ പോലെയാണ്. ഷോക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മലബാർ ലാംഗ്വേജിൽ. അങ്ങനെ അവരൊക്കെ അതൊക്കെ ചെയ്തു. പിന്നീട് അവസാനം എന്തായാലും ഒക്ടോബർ 6 അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ആക്രമിക്കും പോവാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ പ്രകാരം പറയുന്നത് 4 കണ്ടീഷൻസ് ആണ് ഈ ഇംഗ്ലീഷുകാർ പറഞ്ഞത്. ഞങ്ങൾ ന്യൂട്രൽ ആയിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. ഈ സമയത്ത് മലബാറിൽ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഈ അലിരാജയുണ്ട്. ഈ അലിരാജ ആ ഭാഗത്ത് ചിറക്കൽ രാജാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിറക്കൽ രാജാവിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഈ അലിരാജാവിടെ മാപ്പിളമാര് ഈ അവിടെയുള്ള നായന്മാരായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടെ അതിന്റെ ഇടയിൽ യൂറോപ്യന്മാർക്കെതിരെ ഒരു പള്ളിയിൽ കയറിയിട്ട് ഇവര് ഒരു പള്ളിയിലച്ഛനെ വെട്ടിക്കൊന്നു. പിന്നെ കുറെ ആൾക്കാരെ മുറിവേൽപ്പിച്ചു. പിന്നെ അയാളെ വെടിവെച്ച് കൊന്നു. അവര് കടലിൽ കൊണ്ടുപോയിട്ട് ഇട്ടു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ 2 യൂറോപ്യൻസിനെ വെട്ടിക്കൊന്നു. വേറെ ഒരു നായരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒരു മാപ്പിള ചെന്നപ്പോ അയാളെ ഒരു തീയനായിട്ടുള്ള ഒരു ഗാർഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം വെടിവെച്ച് കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ സാമ്രാജ്യം ഒന്ന് വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ചിറക്കൽ രാജാവിന്റെ അടുത്ത് നിന്ന്. ചിറക്കൽ രാജാവിന്റെ പല സ്ഥലങ്ങളും അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് പെപ്പറിന്റെ മൊത്തം, അതായത് കുരുമുളകിന്റെ ഇത് ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ കൊണ്ടുപോകാനൊന്നും അവർ സമ്മതിക്കാറില്ല. അവര് ബോട്ടിൽ വന്ന് ആക്രമിച്ച് പിടിച്ചെടുക്കുക. അങ്ങനെ ഇംഗ്ലീഷുകാർ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് അവസാനം ഇവരൊരു കോട്ടയൊക്കെ പണിയുന്നുണ്ട്, ഒരു മുളം കോട്ട. അങ്ങനെ അത് വന്ന സമയത്താണ് നമ്മള് ചിറക്കൽ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇവരുമായിട്ട് നല്ല ബന്ധമാണ് ഇംഗ്ലീഷുകാരായിട്ട്, അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് അലി രാജാവ് ചിറക്കൽ രാജാവിനുമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള കപ്പുത്തമ്പാൻ, അദ്ദേഹം നീലേശ്വരം കോവിലത്തിന്റെ അവിടെ നിന്നാണ്. അവര് ഈ റീജന്റിനെതിരെ ഒരു ആഭ്യന്തര കലാപത്തിലാണ്. ഇയാൾ പറയുന്നതൊന്നും കേൾക്കില്ല, അവരും സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കി. അപ്പൊ അലി രാജാവ് ഇത് ഒന്നുകൂടി മുറുക്കാൻ ശ്രമിച്ചു. ഇതിന് ആനന്ദറാവുവിന്റെ പിൻബലം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങൾ വന്ന് റീജന്റ് വന്ന് ഇവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു സ്ഥലം വിട്ടുകൊടുക്കാൻ പറഞ്ഞു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഇംഗ്ലീഷുകാരും അതുപോലെ ചിറക്കൽ രാജ്യത്തിലെ അവരുടെ സൈന്യവും കോട്ടയം ഇവരൊക്കെ പടക്കൂടെ കൂടിയിട്ട് ഈ അലി രാജാവിന്റെ ഈ കോട്ട പിടിച്ചെടുത്തിട്ട് അങ്ങനെ വിട്ടുപോകുന്നു. പക്ഷെ അപ്പോഴും ഈ കപ്പുത്തമ്പാൻ അദ്ദേഹത്തിന്റെ ഇത് നിർത്തിയില്ല. അദ്ദേഹം ആ ഗറില്ല വാർ മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയം.
ആ സമയത്താണ് ഹൈദരാലി ഇവിടെ മംഗലാപുരം വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ആർക്ക് കിട്ടുന്നത്? അലി രാജാവിന് കിട്ടുന്നത്. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട് നിന്നുള്ള മേടിച്ച ഒരു കപ്പലും അതുപോലെ 400 രൂപ വില വരുന്ന, രൂപ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, വില വരുന്ന ഒരു വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു മേശ, അതും കൊണ്ട് അദ്ദേഹം മംഗലാപുരത്ത് പോകുന്നത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കെ കുറുപ്പിന്റെ പുസ്തകമാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഞാനിത് കാണിക്കുന്നത്. ക്യാരക്ടർ രാജവംശത്തിന്റെ പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിലെ പ്രകാരം നമ്മൾ അതിൽ പറയണത് 400 ഇത് കൊണ്ട് നേരെ അവിടെ ചെന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് വെസലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. അദ്ദേഹമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം കപ്പുത്തമ്പാന്റെ കാര്യം പറഞ്ഞു. കപ്പുത്തമ്പാനെ നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൈന്യം കൂടി നമുക്ക് സഹായം കിട്ടും. അപ്പൊ അങ്ങനെ പതുക്കെ പിടിച്ചെടുക്കുക, എങ്ങനെയെങ്കിലും ചിറക്കൽ രാജാവിനെ ഒതുക്കണം എന്നുള്ളതാണ് അലി രാജാവിന്. അപ്പൊ ഇയാളുടെ ഈ നേവൽ ഫ്ലീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോ അലി രാജാവിന് സന്തോഷമായിട്ട് ഉടനെ തന്നെ അലി രാജാവല്ല, ഹൈദരാലിക്ക് സന്തോഷമായിട്ട് അലി രാജാവിനെ അദ്ദേഹം ഹൈ അഡ്മിറൽ ആയിട്ട് നിയമിച്ചു. അഡ്മിറലായിട്ട്, കടലിന്റെ രാജാവ് എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിന്റെ സഹോദരനായ ഷെയ്ഖ് അലി ഉണ്ട്, അദ്ദേഹത്തിന് ഈ പോർട്ട് അതുപോലെ വാണിജ്യ ഇതിന്റെയൊക്കെ ചുമതലക്കാരനായിട്ട് നിയമിച്ചു. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് മാലിദ്വീപിന്റെ ചാർജ് കൊടുത്തപ്പോ ഇദ്ദേഹം മാലിദ്വീപിൽ പോയി രാജാവിന്റെ അടുത്ത്, അവിടുത്തെ രാജാവ് ആഭ്യന്തര കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലി രാജാവിനോടുണ്ടായത്. ആ ഒരു ഇതിൽ ഇയാളെ പോയി പിടിച്ച് അയാളുടെ കണ്ണുകൾ രണ്ടും കുത്തി പൊട്ടിച്ച് അയാളെ തടവുകാരനാക്കിയിട്ട് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നേരെ കൊണ്ടുവന്ന് ഹൈദരാലിന്റെ അടുത്ത് കൊണ്ടുവന്നതാണ് മംഗലാപുരത്ത്. ഹൈദരാലി ഇത് കണ്ട ഉടനെ വളരെ ക്രൂരനായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം വളരെ കൊടിയ ക്രൂരതയാണ് കാണിച്ചത്. ഒരു രാജാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. തൽക്ഷണം തന്നെ അദ്ദേഹം ഈ അലി രാജാവിന്റെ അഡ്മിറൽ എന്നുള്ള സ്ഥാനം എടുത്തു കളഞ്ഞിട്ട് അത് പിന്നീട് സ്റ്റാനറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായ ഒരു കപ്പിത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻ, അയാളാണ് അഡ്മിറലാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ഈ പിടിച്ചുകൊണ്ടുവന്ന രാജാവിന് അവിടെ ഒരു കൊട്ടാരവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം അദ്ദേഹം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ചെയ്യുന്നതാണ് ഹൈദരാലിയുടെ ഒരു ഭാഗം വരുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ വരുമ്പോ, അതായത് ആദ്യം കിടക്കുന്നത് ചിറക്കൽ, അവിടെ ഒന്നും വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. വലിയ പട്ടണത്താണ് ആദ്യം വരുന്നത്. ഈ വലിയ പട്ടണം എന്ന് പറയുമ്പോൾ വലിയ പട്ടണം എന്നാണ് മലബാർ മാനുവലിലൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇതില് ഇപ്പോഴത്തെ വളപട്ടണം ആ ഭാഗമായിരിക്കാം. അവിടെയാണ് ആദ്യം വരുന്നത്. അവിടെ വരുമ്പോ അവിടെ ആ കോട്ട കാത്തു നിന്നിരുന്ന 400 സൈനികരുണ്ടായിരുന്നു, നായർ പടയാളികള്. അവർ ഒരു ദിവസത്തോളം പിടിച്ചു നിന്നു. പക്ഷെ ഹൈദരാലി കീഴടങ്ങാനൊക്കെ പറഞ്ഞു, ഒന്നും ചെയ്തില്ല. പിന്നെ ഹൈദരാലിയുടെ പട വെടി പൊട്ടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഹൈദരാലിയുടെ വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പടയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. എത്ര പടയാണ്, എങ്ങനെ ഉണ്ടായിരുന്നത്? 40,000 ആളുകളായിരുന്നു അതിൽ സൈനികർ മൊത്തം ഉണ്ടായിരുന്നു. ഡച്ചുകാരുടെ കണക്ക് പ്രകാരം ഹൈദരാലിയുടെ കീഴില് 10,000 കവാലറി, അതായത് കുതിരപ്പടയാളികൾ 10,000. പിന്നെ അതിന് പുറമെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡീഷണൽ ആയിട്ട്, അതായത് കാലാൾപ്പട, ബാക്കിയുള്ളൊക്കെ കാലാൾപ്പടയാണ്. 40,000 ഈ 10,000 കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കാലാൾപ്പടയും. പിന്നെ ഷിപ്പ്, ഒരു വലിയ നേവി ഷിപ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗണ്ണുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതായത് 93 വെസൽസ്, അതായത് ചെറിയ ചെറിയ കപ്പൽ പോലുള്ളത് അത്. പിന്നെ ഹെവി മെറ്റീരിയൽസ് കൊണ്ടുവരാൻ ഈ ഷിപ്പുകൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഗണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വലിയൊരു പടയായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇത്ര വലിയൊരു പട വരുമ്പോൾ അതിനെതിരെ ചെറുക്കുന്ന 400 നായന്മാരാ അവിടെ. പക്ഷെ അവർ ഒരു ദിവസം പിടിച്ചു നിന്നു. പിന്നീട് ഈ വീരങ്കി പൊട്ടാൻ തുടങ്ങിയപ്പോൾ നിവർത്തിയില്ല, അവിടുന്ന് പോകുന്നു. പാളയത്തിന്റെ ഉള്ളിൽ തന്നെ പട എന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ തന്നെ ചില ആളുകൾ ഒതുക്കി കൊടുത്തിട്ടാണ്. അവിടെ എത്തി വരുന്നതോടുകൂടി പിന്നെ അലി രാജാവിന്റെ ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ബലിപട്ടണത്തില് ഈ പറയുന്ന 400, 500 എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ PK പണിക്കരുടെ പുസ്തകത്തില് അത് 500 നായന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. റെസിസ്റ്റൻസ് നടത്തി. അത് കഴിഞ്ഞിട്ട് നേരെ അത് പിടിച്ചെടുത്തിട്ട് ഹൈദരാലി അടുത്ത പോക്ക് നേരെ ചിറക്കൽ രാജാവിന്റെ അടുത്തേക്കാണ്. അപ്പൊ ചിറക്കൽ എത്തിയപ്പോ വളരെ ഈസിയാണ്. ചിറക്കൽ രാജാവ് ഒരു പ്രായമുള്ള ആളാണ്. അയാൾ ഇത് കണ്ടോടുകൂടി തന്നെ ഇത് പിന്നിടാൻ പറ്റില്ല, അവർ നേരെ ഇംഗ്ലീഷുകാരുടെ കോട്ടയിലേക്ക് തലശ്ശേരി ഫോർട്ടിൽ പോയി. അവർക്ക് അഭയം കൊടുത്തു. ഇത് ഹൈദരാലിക്ക് തീരെ പിടിച്ചില്ല. പക്ഷെ ഹൈദരാലിയോട് അവർ പറഞ്ഞ അദ്ദേഹം ഓൾറെഡി പെൻഷനറാണ്, ഇംഗ്ലീഷുകാരുടെ പെൻഷനറാണെന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് മലബാറിലും മാനുവലിലും, പിന്നെ അതുപോലെ തന്നെ KK കുറുപ്പിന്റെ പുസ്തകത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭയം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ന്യൂട്രൽ ആയിട്ട് നിൽക്കണം എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷുകാരെ അദ്ദേഹം ആക്രമിക്കുന്നില്ല. കാരണം ആ സമയം ഇംഗ്ലീഷുകാരെ ആക്രമിക്കാൻ പറ്റിയ സമയമായിരുന്നില്ല.
അദ്ദേഹം അത് കഴിഞ്ഞ് നേരെ അടുത്തത് കോട്ടയം ഡൈനാസ്റ്റി, കോട്ടയം രാജ്യത്തിനാണ് ആക്രമിക്കുന്നത്. കോട്ടയം രാജ്യത്തിന് ഞാൻ കോട്ടയം രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന മാപ്പിളമാര്, അലിരാജാവിന്റെ മാപ്പിളമാരൊക്കെ ഹൈദരാലിന്റെ കൂടെ കൂടി അവർ കിട്ടിയ അവസരങ്ങളൊക്കെ കണ്ട് ഉപയോഗിച്ചു. അപ്പൊ വലിയ അത്ര ചെറുത്ത് അവിടെയും ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് അദ്ദേഹത്തിന് കടത്തനാട് കടക്കണം. അപ്പൊ വളരെ ഈസി ആണല്ലോ ഇപ്പൊ പോയത്, ഒരു കുഴപ്പമില്ല. അങ്ങനെ കടത്തനാട് കടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ മാഹി പുഴയുണ്ട്, പുഴയുടെ മറ്റേ പുറമാണ് കടത്തനാട്. ഈ പുഴയുടെ അവിടേക്ക് ഇവർ വന്ന് വലിയ ഇതിലാണ് ഹൈദരാലി വരുന്ന സമയത്ത് അദ്ദേഹം തോണികളിലൊക്കെ ഇറക്കി അതിൻ്റെ ഉള്ളിൽ കയറ്റാന്ന് വെച്ച് വരുമ്പോഴാണ് പടപടപടാന്ന് വെടി പൊട്ടുകയാണ്. അതായത് കടത്തനാടൻ നായന്മാരുടെ സൈന്യം ഇവര് വരുന്നത് കാത്തു നിൽക്കുകയാണ്. എണ്ണത്തിൽ വളരെ കുറവാണ്, പക്ഷെ ഒരു ഫിയേഴ്സ് ആയിട്ടാണ് അവരത് എതിർക്കുന്നത്. അതാണ് അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല, ഈ പുഴയിൽ അങ്ങോട്ട് കടക്കാനേ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. പല ഭാഗത്തായിട്ട് ഇവർക്ക് വരാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇവരെ കാത്തു നിൽക്കുകയാണ് കടത്തനാട് നായന്മാരും പോരാളികൾ. അപ്പോ അദ്ദേഹം പെട്ടെന്ന് തന്നെ വേറൊരു ബുദ്ധി ഉപയോഗിക്കുകയാണ്. എങ്ങനെ ഈ മാഹിപ്പുഴ കടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കുതിരപ്പടയാളികളെ കയറ്റി വിടണം. മലബാറിൽ കവാലറി ഉണ്ടായിരുന്നില്ല, കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പോർച്ചുഗീസുകാർ വന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഹൈദരാലിയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഈ കുതിരപ്പടയാളികളായിരുന്നു. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു 100 നായന്മാരെ നേരിടാൻ 10 കുതിരപ്പടയാളികൾ ഉണ്ടായാൽ മതി, അവർ പെട്ടെന്ന് കീഴടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഇവരുടെ 10,000 കാവലറിയാ അവിടെ നിൽക്കുന്നത്, കുതിരപ്പടയാളികൾ. പക്ഷെ ഇതിനെ അങ്ങോട്ട് കടത്താൻ പറ്റുന്നില്ല, കാരണം കടക്കാതിരിക്കാനാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവൃത്തിയില്ലാതെ വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലയിൽ വേറൊരു ബുദ്ധി ഉപയോഗിച്ചത്. അപ്പൊ ഈ കപ്പലുകളൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ഈ കടലിൽ കൂടെ വരുമ്പോൾ കുറെ പുഴകളൊക്കെ കടത്തി സാധനം കൊണ്ടുവരുന്നതിന് എളുപ്പമാണ്, അങ്ങനെ കടലിൽ കൂടെ കൊണ്ടുവന്ന് പറയാം. അദ്ദേഹം ഈ മാഹി പുഴയിലേക്ക് കപ്പൽ കയറാൻ പറഞ്ഞു. അതിന് പരമാവധി കയറാൻ പറ്റുന്ന സ്ഥലം വരെ വലിയ കപ്പലുകൾ അങ്ങോട്ട് കയറി. കപ്പൽ കയറുമ്പോൾ ഇതിൽ ബീരങ്കി ഉണ്ട്, ബീരങ്കി വെച്ച് അടിക്കാൻ തുടങ്ങി ഇവരെ അടിക്കുന്ന. ഒപ്പം തന്നെ ഈ കപ്പലുകൾ കയറിയതോട് കൂടിയിട്ട് ഈ ഒഴുക്ക് ഇത് ബ്ലോക്കായി, അവർ നങ്കൂരം മുട്ട് നിന്നു. ബ്ലോക്കായപ്പോ അതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞു. നീരൊഴുക്ക് കുറഞ്ഞ സമയത്ത് കിട്ടിയ അവസരത്തിൽ ഫുൾ ഗൾഫ് എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരൊറ്റ പോക്കിലാണ് ഈ കവാലറി എന്ന് പറയുന്നത് കുതിരപ്പടയാളികൾ ആ നീരുറപ്പോഴും ഇത് കുറഞ്ഞുകൊണ്ടാണ് അതങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒരൊറ്റ കുതിപ്പിനെത്തിയെന്നാണ്. തൊട്ട് പിന്നാലെ മറ്റൊരു ഈ കുതിരപ്പടയാളികൾ കയറിയോടുകൂടി ഭയങ്കര യുദ്ധം നടക്കുകയാണെന്ന് പറയാം. എണ്ണത്തിൽ വളരെ കുറവാണ്, പക്ഷെ ആരും പേടിച്ച് ഓടുന്നില്ല. അദ്ദേഹം ആ യുദ്ധത്തിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് ഈ മുഗൾ ഓഫീസർ ആയിട്ടുള്ള അത് പിന്നീട് ആ ബുക്ക് അതിനെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻസ് ഗുലാം മുഹമ്മദ്, അദ്ദേഹം ടിപ്പു സുൽത്താന്റെ അവശേഷിച്ച മകനായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ചെയ്തതെന്ന്. കയറി ഉടനെ ഇവരെ കൊന്നു കൊടുക്കാൻ തുടങ്ങി. ഈ തെരുവില് അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലത്തും റോഡിന്റെ ആ ഭാഗങ്ങളിലും ഒക്കെ ഈ വിരലുകളും അംഗങ്ങളും അതുപോലെ തന്നെ ശവശരീരങ്ങളുടെ മ്യൂട്ടിലേറ്റഡ് ബോഡി എന്നാണ് പല തരത്തിലുള്ള അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയ ബോഡിയൊക്കെ ചെതറി കിടന്നു. ഹൈദരാണെങ്കിൽ ഹൈദറിന്റെ ഒരു അടുത്ത ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഭീഷണി, ഭയങ്കരമായിട്ട് ഭീകരത സൃഷ്ടിക്കുക. അപ്പൊ ഇത് കേട്ടറിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, ഈ ചെറുത്തുറുപ്പ് കുറയും. അദ്ദേഹം പറഞ്ഞു പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തോളാൻ പറഞ്ഞു. കിട്ടിയ അവസരം അലി രാജയുടെ മാപ്പിളമാരാണ് ഉപയോഗിച്ചത്. ഹൈദറിന്റെ പടയാളികളെക്കാളും കൂടുതൽ അലി രാജയുടെ മാപ്പിളമാരാണ് ഏറ്റവും കൂടുതൽ കൊടിയ ക്രൂരതകൾ ചെയ്തത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും കണ്ണിൽ കണ്ടവരൊക്കെ വെട്ടി നശിച്ച് ഇത് ചെയ്തു പോയി. പേടിച്ച ആളുകളൊക്കെ ഓടിപ്പോയി. അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും വീടുകളും ആൾതാമസമുള്ള സ്ഥലങ്ങളും കൊട്ടാരങ്ങളും എല്ലാം കാലിയായി. ഒന്നുമില്ല, ഒരു മനുഷ്യന്റെ ഇല്ലാത്ത രീതിയിലായിപ്പോയി ഇവരുടെ ആക്രമണം കാരണം. എങ്ങനെയായാലും ഹൈദർ അവിടുന്ന് കടന്നു. ഹൈദർ അവിടുന്ന് കടന്നതിന് ശേഷം ഇനി അടുത്തത് ഹൈദറിന് വരേണ്ടത് സാമൂതിരിയുടെ അടുത്തേക്കാണ്. ഈ ഹൈദറുടെ ഈ എക്സ്പാൻഷൻ ബ്രിട്ടീഷുകാർക്ക് ഭയം ഉണ്ടാക്കി, വളരെയധികം പേടിയുണ്ടായി. ആദ്യം അവര് വേഗം ബോംബെ വിവരം പറഞ്ഞു, ഇവൻ ഇങ്ങനെ കൂടി വരികയാണ്, മൊത്തം നമ്മളെയൊക്കെ വിഴുങ്ങിക്കളയാം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ബോംബെക്കാർ പറഞ്ഞു തൽക്കാലം റീകൺസിലിയേറ്ററി പോളിസി എടുക്കുന്നതാണ്, നിൽക്കാൻ പറഞ്ഞു. അവർക്ക് ഇത് സിറ്റുവേഷൻ മനസ്സിലായിട്ടില്ല, കാത്തിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ വിവരമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊങ്കിണി ബ്രാഹ്മണന് ഹൈദരാലിയുടെ ഇതിലേക്ക് കയറ്റിവിട്ടു. അതായത് ഹൈദരാലിയുടെ സൈന്യത്തിന്റെ ആൾ സ്പൈ വർക്ക് തന്നെ ചെയ്യുന്നത്. ഇവരെ എന്താണ് ഉദ്ദേശം, ഇംഗ്ലീഷുകാരെ ആക്രമിക്കുമോ എന്ന വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറ്റി വിടുന്നത്. അങ്ങനെ ഈ അതിന്റെ ഉള്ളിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു, ആ കൊങ്കിണി ബ്രാഹ്മണൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി.
പിന്നീടാണ് ഇവര് 11 ഏപ്രിൽ 1766 ഹൈദരാലി സാമൂതിരിയെ കാണുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ കുറെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയാം. അതാ ഞാൻ ഇതിൽ പറയാനുള്ള കാരണം സാമൂതിരി ഹൈദരാലി വളരെയധികം ഉപചാരപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് KKN പണിക്കരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, പണിക്കരുടെ ബുക്കിൽ. അതില് വളരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. സേഫ് ആയിട്ടുള്ള വരവായിരുന്നു. അവിടെ വെച്ച് ഇവര് തമ്മിൽ ഒരു ഉടമ്പടി പറയുന്നു. ആ ഉടമ്പടി പ്രകാരം 4 ലക്ഷത്തോളം വെനീഷ്യൻ സീക്വൻസ് അത് നൽകാം. മാത്രമല്ല ഹൈദരാലിയുടെ ഒരു സാമന്തൻ അല്ലെങ്കിൽ കീഴിലുള്ള രാജാവായിട്ട് കപ്പം കൊടുക്കുന്ന ആളായിട്ട് മാറാന്ന് പറഞ്ഞ ഒക്കെ എഗ്രിമെന്റ് ഒക്കെ സമ്മതിച്ച് സന്തോഷത്തോടു കൂടി സാമൂതിരി പോകുന്നു. ഹൈദരാലി പിന്നീട് വരുന്നുണ്ട്. ഈ സമയത്ത് അലി രാജാവിന്റെ കീഴിലുള്ള സൈന്യം സാമൂതിരിയുടെ കോട്ട അതിക്രമിച്ച് കയറുകയാണ് അവിടെ. അങ്ങനെ ഈ സാമൂതിരി അവിടെ ഉണ്ട്. ഇവർ കയറിയിട്ട് ഉടനെ തന്നെ കീഴടങ്ങാൻ പറയുന്നു, അവിടെയുള്ള ആൾക്കാരെ ഒഴിപ്പിക്കുന്നു. അപ്പൊ സാമൂതിരി വിചാരിച്ചത് ഹൈദരാലി വെറുതെ ഒരു ടെക്നിക്ക് കളിച്ചതാണ്, നമുക്ക് ചതി പറ്റി, ഇവരെന്തായാലും ഇവർ വെടിവെനിർത്താൻ തുടങ്ങി അലി രാജാവിന്റെ. അവർക്ക് ഈ വിവരം അറിയില്ല, സീക്രട്ട് ആയിട്ടാണ് കണ്ടത്. എന്തായാലും സാമൂതിരി അതോട് കൂടിയിട്ട് ഹൈദരാലിയെ വിശ്വസിക്കുന്ന പരിപാടി നിർത്തി. അത് കഴിഞ്ഞ് ഹൈദരാലി സാമൂതിരിയോട് വീണ്ടും നേരിട്ട് വരാൻ പറയുന്നുണ്ട്. പക്ഷെ സാമൂതിരിക്ക് സംശയമായി, പിടിച്ചുകൊണ്ടായിട്ട് കൊല്ലുമോ, എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ കൊങ്കണി ഒരു ബ്രാഹ്മണനെ അയക്കാം, അദ്ദേഹം അവിടുന്ന് പറയും. ആദ്യം മിനിസ്റ്റേഴ്സ് ഒക്കെ പോയി സംസാരിച്ചു, അതൊന്നും നടന്നില്ല. അപ്പൊ അവസാനം പറഞ്ഞു കുറച്ച് ദൂരത്ത് ഹൈദരാലിയെ നിർത്തി. എന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയും, ഈ ബ്രാഹ്മണനോട്, അയാള് അത് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് പറയും, ഇങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് സേഫ് ആയിട്ട് നിന്നിട്ട് സംസാരിച്ചു ഒരു നെഗോഷിയേഷനിൽ എത്താൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സീജ് ചെയ്തിരിക്കുകയാണ്. എന്താ സീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ആ കോട്ടയുടെ വളഞ്ഞിട്ട് അവരുടെ പോകുന്ന ഇതെല്ലാം, അതായത് പ്രൊവിഷൻ എല്ലാം അവർ ക്ലോസ് ചെയ്തു. അന്ന് 1200ഓളം ബ്രാഹ്മണന്മാർക്കുള്ള ഭക്ഷണം വേണം അതിന്റെ ഉള്ളിൽ ഡെയിലി. അത് സാമൂതിരിയുടെ കോട്ടയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്തു 500 ആൾക്കുള്ള ഭക്ഷണത്തിനുള്ള അരി കൊടുത്തു. രണ്ടാമത്തെ ദിവസം അത് 300 മൂന്നാമത്തെ ദിവസം 100 അപ്പോ ഇത് കുറച്ച് അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. സാമൂതിരി 3 ദിവസം പട്ടിണി കിടന്നു എന്നാണ്. കാരണം ഇയാളുടെ ഇതിന് അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞിരുന്നു, തിരുവിതാംകൂറിലേക്ക് പറഞ്ഞയച്ചു, മറ്റു കാര്യങ്ങളാണ്. അവസാനം നിക്കക്കള്ളിയില്ലാതെ ഹൈദറിന്റെ പ്ലാൻ എന്താന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ട് ഹൈദർ ഇത് കോട്ട പിടിച്ചെടുക്കുക മാത്രമല്ല എന്നെ മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്യുമോ എന്നൊരു പേടി പോലും അദ്ദേഹത്തിനുണ്ടായി. ചിലപ്പോൾ പറയണ പാലക്കാട് രാജാവിന് കൈമാറുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു എന്ന് പാലക്കാട് ഗ്രന്ഥാവലിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ പറയണം. പക്ഷെ ഇതിനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടി, കാരണം പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചില്ല, ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതാണ് എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പൊട്ടിച്ച് കംപ്ലീറ്റ് വെടിമരുന്ന് കത്തിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് അടുത്ത ഊഴം വരുന്നത് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കൊച്ചി രാജ്യം പിടിക്കണമല്ലോ. അപ്പോഴേക്കും ഡച്ചുകാർ വന്നിട്ട് പറഞ്ഞു, കൊച്ചി രാജ്യം അതുപോലെ തിരുവിതാംകൂർ ഒന്നും ആക്രമിക്കരുത്, ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് നല്ല സഖ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, എന്റെ സാമന്തം ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചി രാജ്യത്തിന് അവര് പറഞ്ഞിരിക്കുന്നത് 8 ആനകളും അതുപോലെ തന്നെ 4 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ കൊച്ചി രാജാവ് സമ്മതിച്ചു, ഞാൻ തരാമെന്ന് പറഞ്ഞു. അതേസമയം തിരുവിതാംകൂർ രാജാവിനോട് ആവശ്യപ്പെട്ട 15 ലക്ഷവും 20 ആനകളാണ്. തിരുവിതാംകൂർ രാജാവ് അന്ന് രാമവർമ്മ ധർമ്മ രാജാവാണ്, രാമരാജ എന്നാണ് പറയുന്നത്. രാമരാജയാണ് മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ ആയിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട് ആർക്കൂട്ടിലെ നവാബ് ത്രൂ ആയിട്ട്. അപ്പൊ അദ്ദേഹം തരില്ല എന്ന് പറഞ്ഞു. ഇതൊരു വലിയൊരു പ്രശ്നമായി. അപ്പൊ പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, കുറച്ച് പൈസ വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, സാമൂതിരിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരണം. കേരള വിത്തൗട്ട് സാമൂതിരി സങ്കല്പിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ സാമൂതിരി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധം നടന്നു, ഇതൊക്കെ ശരിയെങ്കിലും അതൊക്കെ കുടുംബ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. സാമൂതിരിയെ മാറ്റിയിട്ട് വരാൻ പറ്റില്ല. മാത്രമല്ല ഈ അദ്ദേഹം വിചാരിക്കുന്നത് സാമൂതിരി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈസൂർ രാജ്യത്തിന്റെ ആക്രമണം അവിടെ കുറച്ചും കൂടി ചെറുത്ത് നിൽക്കാൻ പറ്റും. പിന്നെ അവരുടെ ബോർഡറിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പഴയ കണക്കനുസരിച്ചിട്ട് ഹെറിഡിറ്ററിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പാരമ്പര്യമായിട്ടുള്ളത്. അത് മാർത്താണ്ഡവർമ്മ വന്നിട്ടാണ് അത് മാറ്റിയത്. കാരണം അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള അധികാരത്തിന് അദ്ദേഹം വന്ന് മാറ്റിയത്. പക്ഷെ ഈ രാമരാജ അങ്ങനെയല്ല, പഴയ ആ ഒരു പാരമ്പര്യം കൊണ്ടുപോകണമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഈ യുദ്ധം കുറച്ച് നീണ്ടുപോയല്ലേ വീഡിയോ, എന്തായാലും നിർത്താൻ
പിന്നെ മൺസൂൺ വരുന്നുണ്ട്. മൺസൂൺ വരുമ്പോഴേക്കും ഇദ്ദേഹത്തിന് തിരിച്ചു പോകണം ഹൈദരാലിക്ക്. അപ്പൊ തിരിച്ചു പോകുന്നതിന് മുമ്പ് അതൊരു ഗവൺമെന്റ് അവിടെ രൂപീകരിക്കുകയാണ്. മടനെ അദ്ദേഹത്തിന് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഈ കൊച്ചിയിൽ നിന്ന് വടക്കോട്ടുള്ള മൊത്തം കേരളത്തിന്റെ ചാർജ് അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ ഒരു 3000 പടയാളികളെ അദ്ദേഹം കോഴിക്കോട് നിർത്തി. അതേപോലെ തന്നെ ഒരു 3000 പടയാളികളെ അദ്ദേഹം സയ്യിദ് റാസ സാഹിബിന്റെ കീഴില് അദ്ദേഹം മടക്കര എന്ന് പറയുന്നത് അവിടെ നിർത്തി. പിന്നെ ബ്ലോക്ക് ഹൗസുകളൊക്കെ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര പ്രോപ്പർ ബ്ലോക്ക് ഹൗസ് എന്ന് പറയുന്ന ഓരോ സ്ഥലത്ത് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ അന്ന് ടെലിഫോൺ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ കൊടുക്കാൻ ഒരു സ്ഥലം കൊണ്ടേ കൊടുത്താൽ അവര് അവിടുത്തെ സെന്ററിലേക്ക് കൊടുക്കും, പിന്നെ അതിന്റെ അടുത്ത സെന്ററിലേക്ക്, അങ്ങനെയുള്ള ഇതൊക്കെ സ്ഥാപിച്ച് ഹൈദരാലി സന്തോഷത്തോടുകൂടി വിത്തിൻ 4 months 4 മാസം കൊണ്ട് കേരളം മൊത്തം, അതായത് കൊച്ചിയിലെ മാത്രമല്ല എല്ലാം കേരളം മൊത്തം പിടിച്ചടക്കി ആശ്വാസമായി. അത് വളരെയധികം എന്താ പറയാ സമ്പത്ത് കിട്ടുന്ന നല്ല ഫലഭൂയിഷ്ടമായ മണ്ണൊക്കെ കിട്ടുന്ന സ്ഥലം, അതുപോലെ മാനവിക്രമന്മാരെയൊക്കെ തോൽപ്പിച്ചു എന്ന ആശ്വാസത്തിൽ അദ്ദേഹം കോയമ്പത്തൂർക്ക് മടങ്ങി പോവുകയാണ്. പക്ഷെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. വലിയ ഒരു എന്താ പറയാ ഒരു കൊടുങ്കാറ്റിന്റെ മുന്നേ ഉള്ള ഒരു ശാന്തതയായിരുന്നു അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇതിന്റെ ഇടയ്ക്ക് സാമൂതിരിയുടെ രവിവർമ്മ അവിടെ ഗറില്ല യുദ്ധം തുടങ്ങി കഴിഞ്ഞിരുന്നു അതിന്റെ ഉള്ളില്. അത് നിർത്താൻ പറഞ്ഞിട്ട് സാമൂതിരി പറഞ്ഞിട്ടൊന്നും അദ്ദേഹം കേട്ടില്ല. പക്ഷെ അദ്ദേഹം തുടർന്നിരുന്നു. ഇനി എന്താ വരാൻ പോണെന്ന് നമ്മൾ അടുത്ത ലക്കത്തില് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പറയാം. വീഡിയോ കൊല്ലാതെ നീണ്ടുപോയി. അപ്പൊ എന്തായാലും ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ വെച്ച് കണ്ടുമുട്ടാം. നന്ദി.